നമസ്കാരം. സ്പേസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് അന്തരിച്ചു പോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രിയങ്കരനായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ നടന്ന വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ലൈവ് കൊടുത്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ അന്തരിച്ചു പോയ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രിയങ്കരനുമായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ അപമാനിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരാകെ തന്നെ സൈബറിൽ നിന്ന് പിന്നെ അഖിൽമാരാരെ പോലെയുള്ളവർ ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹവും അങ്ങനെ തുടങ്ങി കുറേ പേരധികം അരുൺകുമാറിനെ കേട്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള തെറിവിളികളുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. അതിൽ ഒരുവിധം എല്ലാ ദൃശ്യമാധ്യമങ്ങളും തിരുവനന്തപുരം തൊട്ട് ആ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. പക്ഷെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏത് ചാനലാണ് ആ ലൈവ് റിപ്പോർട്ടിംഗ് നടത്താതിരുന്നത്. മറ്റെല്ലാ ചാനലുകാരും എനിക്ക് തോന്നുന്നു ഒരു 10-22 മണിക്കൂർ ആലപ്പുഴ എത്താൻ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വൈകുന്നേരം വരെ ആ ചിതയിലേക്ക് എടുക്കുന്നവരെ ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസവും ചിത അടങ്ങിയിട്ടും എല്ലാ പ്രമുഖ ചാനലുകളും അവിടെ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കാരണം ലൈവ് റിപ്പോർട്ടിംഗാണ്, മാധ്യമപ്രവർത്തകരാകെ ക്ഷീണിച്ച് അവശരായിട്ട് അങ്ങനെ, കാരണം വളരെ ദീർഘമായി ഉള്ളൊരു യാത്രയാണ്. ഓടുകയാണ് പലരും പുറകെ ചെയ്യുന്നത്, ജനനിബിഡമാണ്. അതിനിടയിലൂടെ തിക്കിത്തിരക്ക് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള തിരക്കിലൂടെ മാധ്യമപ്രവർത്തകരാകെ ലൈവ് റിപ്പോർട്ടിംഗ്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൻ്റെ ലോകം കൂടെയാണ്. നമുക്കറിയാം ബാർക്ക് റേറ്റിംഗ് പോലെയുള്ള ഇതിൽ റേറ്റിംഗ് 1-ാം സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ മത്സരിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റുമായിട്ട് 1-2 തവണ മുന്നിൽ വന്നു, വീണ്ടും പുറകോട്ട് പോയി എന്ന് പറയുന്നു. കാരണം 1-2 മാധ്യമപ്രവർത്തകരുടെ രാജീയ കാര്യങ്ങളൊക്കെ ഇത്തരം ചാനലിനെ ബാധിച്ചുകൊണ്ട് വീണ്ടും തീർച്ചയായിട്ടും VSൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ ലൈവ് വോട്ടിംഗ് കിട്ടിയത് അത് അവസരം ശരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മുതലെടുക്കുക എന്ന വാക്കാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ അരുൺകുമാർ പറഞ്ഞു പോയ ഒരു വാചകത്തെ പിടിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാരും മാത്രമല്ല ഈ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ ശ്രീജിത്ത് പണിക്കരും അങ്ങനെ തുടങ്ങി കുറേ പേര് നേരത്തെ പറഞ്ഞതാണ്, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ തെറിവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ. നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് ഈ ആലപ്പുഴ വരെയുള്ള ഈ 150 കിലോമീറ്ററോളം ദൂരമാണുള്ളത്. കേവലം ഒരു 3 മണിക്കൂർ കൊണ്ടോ മാക്സിമം പോയി ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ യാത്ര ചെയ്ത് തീരാവുന്ന ഒരു ദൂരമാണ്. ഏതാണ്ട് 22 മണിക്കൂറുകളോളം എടുത്തത് നല്ല പെരുമഴയത്ത് യാത്ര ചെയ്ത് അവിടെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ ജനങ്ങളെപ്പോലെയല്ല, കാണാൻ ചെല്ലുന്നവരെ അവിടെ കാത്തുനിന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും കണ്ട് ഇവിടെ വാങ്ങുന്ന പോലെയല്ല, തിരുവനന്തപുരം വരെ ഈ ആലപ്പുഴ വരെ യാത്ര ചെയ്യുക, അത് റിപ്പോർട്ടിംഗ് നടത്തുക, വാക്കിട്ടടിക്കുക, വാചമിട്ടടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. അപ്പോൾ റിപ്പോർട്ടർ ചാനലുകൾക്ക് വലിയ സൗകര്യങ്ങളാണ് എല്ലാ ചാനലുകളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനലൊക്കെ ഞാൻ മനസ്സിലാക്കിയതും കണ്ടതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബസ് ഏതാണ്ട് ഈ ഭൗതിക ശരീരം വഹിച്ചു വരുന്ന വാഹനത്തിൻ്റെ അത്ര തന്നെ വലിയൊരു ബസ്, എല്ലാ സൗകര്യങ്ങളും കൂടെ നിരവധി മാധ്യമപ്രവർത്തകർ, സീനിയർ വനിതാ പ്രവർത്തകരടക്കം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരെല്ലാം പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് അങ്ങനെ അവർ തങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത് പ്രക്ഷേപണവും റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആവേശത്തിൽ ഈ അരുൺകുമാർ പറഞ്ഞു പോയ ഒരു സെൻറ്റൻസിനെ പിടിച്ചാണ് ഈ തർക്കവും തെറിവിളിയും നടക്കുന്നത്. എപ്പോഴും കണ്ടത് ഈ VSൻ്റെ ഭൗതിക ശരീരം വഹിക്കുന്ന വാഹനത്തിന് തൊട്ട് മുമ്പിൽ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ വലിയ ബസ് പോകുന്നുണ്ട്. കാരണം അത് പിന്നെ ഈ 2 വശത്തും തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ ഇടയിലൂടെ ഈ ബസ്സിന് പോകാൻ ഒരു വഴിയൊരുക്കുന്ന രീതിയിൽ ഈ ബസ് കടന്നു പോകുന്നത് പോലും ശ്രദ്ധിച്ചു കാണും നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരക്ക് നമുക്ക് മനസ്സിലാക്കാം. ഈ സോഷ്യൽ മീഡിയക്കാർ എന്ന് പറഞ്ഞാൽ ഈ വിമർശിക്കുന്നവർ അവർ അരുൺകുമാറിനെ വിളിക്കുന്നത് മാധ്യമയോളി, പിന്നെ കുതിരമുട്ട അങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അസഭ്യവർഷമാണ്
അരുൺകുമാറിന് നേരെ ചൊരിയുന്നത് കണ്ടത്. സ്വാഭാവികമായിട്ടും VS-ൻ്റെ വിലാപയാത്ര കണ്ടിട്ടുള്ള നമുക്കെല്ലാം തന്നെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിലാപയാത്രയും തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കടന്നു വന്നത് ഓർമ്മയുണ്ടാവും. എത്ര മണിക്കൂറെടുത്താണ് ആ വിലാപയാത്ര കടന്നു വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. അതിനും വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളുടെ പ്രിയങ്കരനായിരുന്ന നായനാർ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ എനിക്ക് തോന്നുന്നു എത്ര 1-2 ദിവസത്തിലധികം എടുത്തിട്ടായിരിക്കും അത് കണ്ണൂർ എത്തിക്കാണുക. അത് ഇപ്പോഴത്തെ ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ബഹളം ഉണ്ടാക്കുന്ന ഈ ആൾക്കാർക്കൊന്നും ഓർമ്മയിലുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ മുന്നിലുള്ള സത്യങ്ങളാണ്. ഈ 3 നേതാക്കളും തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിൽ പ്രിയങ്കരായിരുന്നു. അതിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഇവരുടെയൊക്കെ വിലാപയാത്രയിൽ തടിച്ചുകൂടിയ ജനത്തിൻ്റെ എണ്ണം നോക്കിയല്ല നമ്മളിവരെ ആരും വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതിന് ഇതൊരു കണക്കേ അല്ല എന്നുള്ളതാണ് സത്യം. മലയാളികൾ VS-നെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേവലം ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ വെച്ചല്ല എന്നാണ് തോന്നുന്നത്. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന് 101ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഏതാണ്ട് ചുരുങ്ങിയതൊരു 80-85 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. വളരെ ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ തന്നെ അതിതീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങൾ എല്ലാ വിധത്തിലും അന്ന് നിലനിന്നിരുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്താണെന്ന് വീണ്ടും ഇവിടെ പറയേണ്ടതില്ല. ചെറുതലമുറയ്ക്ക് ഇളം തലമുറയ്ക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കും. ജാതീയമായി സാമൂഹ്യപരമായി സ്കൂളിൽ പോകാൻ അനുവാദമില്ലാതെ കീഴ്ജാതിയാണെന്ന് പറഞ്ഞ് അപമാനിച്ച് അമ്പലത്തിൽ കയറാനും ദൈവത്തിനെ കാണാനൊന്നും അവകാശമില്ലാത്ത ഒരു സാമൂഹിക ചുറ്റുപാടിൽ അന്നത്തെ ആ അനീതിക്കെതിരെ ജന്മിത്വത്തിനോട് പോരാടി ഇന്നത്തെ കേരള സമൂഹത്തെ വാർത്തെടുക്കാൻ ഇന്ന് നമ്മൾ നെഞ്ചുവിരിച്ച് മലയാളി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന ബോധത്തോടു കൂടി നെഞ്ചുവിരിച്ച് ആരെയും ഭയപ്പെടാണ്ട് നമുക്ക് കേരളത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അന്ന് VS-നെ ഒരു പോരാളി അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെയും കൂടെ ശ്രമഫലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ തെരുവിളി നടത്തുന്നത് പോലും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ VS-ൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും ഒരു 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്തു പറഞ്ഞല്ല നമ്മൾ VS-നെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം ഈ സമൂഹത്തെയാകെ സമൂലം പരിവർത്തനം ചെയ്യുന്നതിൽ വഹിച്ച പങ്ക് ഈ മലയാളി മറന്നിട്ടില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ഈ വിലാപയാത്രയിൽ കണ്ട ഈ ജനക്കൂട്ടം. അതിന് തർക്കമില്ല. എന്നാൽ ഉമ്മൻചാണ്ടി സാറാകട്ടെ അത്തരത്തിലായിരുന്നില്ല. ഉമ്മൻചാണ്ടി സാറിനെ അത് നമ്മൾ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖല മറ്റൊന്നായിരുന്നു. അദ്ദേഹം തീർച്ചയായും കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങി ദേശീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് VS-നോളം പ്രായമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോഴേക്കും കാലങ്ങൾക്ക് മാറ്റം വന്നു. അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയ പ്രവർത്തനം കിട്ടിയ വ്യക്തിയിൽ അധികാരത്തിൽ വന്നു. അധികാരം കിട്ടിയപ്പോഴൊക്കെ കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സഹായം ആവശ്യപ്പെട്ട് സമീപിച്ചവരോടെല്ലാം മനുഷ്യനോട് സ്നേഹത്തോടുകൂടെ പെരുമാറി, അവരുടെ ആവശ്യങ്ങളോടൊക്കെ കരുണാപൂർവ്വം പെരുമാറി സ്നേഹം സമ്പാദിച്ചൊരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. അങ്ങനെയാണ് മലയാളികളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി സ്ഥാനം പിടിക്കുന്നത്. അതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു അകാല നിര്യാണമെന്നൊക്കെ പറയാം. കാരണം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റമായിരുന്നു, നമ്മളാരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അങ്ങനെ സംഭവിച്ച മരണത്തിൽ ജനം വാർത്തലച്ച് നമുക്കറിയാം. ഇതേപോലെ തന്നെ നമുക്ക് കമ്പാരിസൺ പെട്ടെന്ന് വരും. അതാണ് പെട്ടെന്ന് ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമായതുകൊണ്ട് മലയാളികൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര കാണുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ഓർമ്മ വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ തന്നെ വീട്ടിലിരുന്ന് TV-യിൽ കാണുമ്പോൾ ഇതുപോലെ കണ്ടത് ഉമ്മൻചാണ്ടിക്കാണ്, അതിലേറെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്രത്തോളം ഉണ്ടല്ലോ എന്നൊക്കെ പലതും ഉപയോഗിച്ചിരിക്കും. നായനാരെ ഓർക്കുന്നതോ നായനാർക്കാട് കൂടിയതോ അദ്ദേഹത്തിൻ്റെ വേറെ ഈ VS-നെ പോലെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. അദ്ദേഹം കൊച്ചു തമാശകളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ കേൾക്കാൻ ജനം തടിച്ചുകൊള്ളും. അപ്പോൾ അദ്ദേഹത്തിനെയും ജനം മനസ്സുകൊണ്ട് നടത്തി. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഈ വിലാപയാത്രയിൽ ജനക്കൂട്ടം വന്ന് കണ്ടത് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ റിപ്പോർട്ടിങ്ങിനിടയിൽ പ്രത്യേകിച്ച് അരുൺകുമാറിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ ഒരു രാഷ്ട്രീയവും മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം VS-നെ നമ്മൾ VS-ൻ്റെ നിര്യാണത്തിലുള്ള വിഷമവും ദുഃഖവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കുള്ള പ്രാധാന്യമൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പോയൊരവസരത്തിൽ ഈ ചിത കെട്ടടങ്ങുമ്പോൾ
അവിടെ മെഴുകുതിരികൾ കത്തിക്കുന്നതല്ല, അദ്ദേഹത്തിന് ഒരു പുണ്യാളനായിട്ടല്ല കാണുക മലയാളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു പോയത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഈ കല്ലറയിൽ ഇന്നും അദ്ദേഹത്തിനോടുള്ള സ്നേഹം സൂചിപ്പിക്കാനായിട്ട് ആ കല്ലറയിൽ ചെല്ലുകയും മെഴുകുതിരി കത്തിക്കുകയും ആവേശം കൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഇത് മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ഇത് ഉമ്മൻചാണ്ടിയെ കുത്താൻ ഉപയോഗിച്ച വാക്കുകളാണോ എന്ന് കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിച്ചിട്ട് അതവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത് അത്ര കാര്യമായി എടുക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കരുതുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ കമ്പയർ ചെയ്ത് പോയപ്പോൾ VS മലയാളിയുടെ മനസ്സിൽ ഏതെങ്കിലും മെഴുകുതിരി കത്തിക്കുന്ന രൂപത്തിലായിരിക്കില്ല എന്നാണ് അറിയപ്പെടുക. അവരുടെ അവിടെ ആ അണികൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇൻകുലാബ് സിന്ദാബാദ് ലാൽ സലാം സഖാവേ എന്നൊക്കെ വിളിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് അണികൾ പ്രകടിപ്പിക്കുക. അതങ്ങനെ ആയിരിക്കും സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു വൈരുദ്ധ്യം, ഈ ഒരു വ്യത്യസ്തത അവിടെയുണ്ട്. അത് എടുത്തു പറഞ്ഞപ്പോൾ അതിൽ വെറുതെ കൊമ്പ് കോർത്ത് വേണ്ടാത്ത രീതിയിൽ ഉമ്മൻചാണ്ടി അപമാനിച്ചു എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഒരു വെറുതെ അനാവശ്യമായ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. മലയാളികൾക്ക് ഇവർ 3 പേരും പ്രിയപ്പെട്ടവരായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുന്നത് അദ്ദേഹം സമീപിച്ച എല്ലാ മനുഷ്യർക്കും ആവശ്യങ്ങളായി സമീപിച്ച ഒരു ജാതി കക്ഷി രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ അവരുടെ ആവശ്യങ്ങളെ കണ്ടറിയാനും ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പോൾ വ്യക്തിപരമായ അടുപ്പം ആ മനുഷ്യനോട് മലയാളിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ VSനോട് മറ്റൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ അത് തീർച്ചയായും അരുൺകുമാർ വേറെ അരുൺകുമാറിൻ്റെ ശൈലിയിൽ തീർച്ചയായും അരുൺകുമാറിന് രാഷ്ട്രീയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയം ഉണ്ടാവും, ഓരോരുത്തർക്കും ഉണ്ടാവും. കോൺഗ്രസ്സുകാർ അവരുടെ രാഷ്ട്രീയം വെച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കോലാഹലങ്ങൾ ഇനി നല്ലതല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അങ്ങനെ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് മലയാളി അങ്ങനെ വകവെച്ച് കൊടുക്കുമെന്നും ആരും കരുതേണ്ടതില്ല. അതിന് തിരിച്ച് അരുൺകുമാറിനെ തെറി പറയുന്ന ഒരു സംസ്കാരം തീർച്ചയായും കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വേട്ടയാടിയിട്ടുള്ള ഒരാളോടും തന്നെ ഉമ്മൻചാണ്ടി അത്തരത്തിൽ പെരുമാറിയിട്ടില്ല എന്നെടുത്ത് പറയേണ്ടതാണ്. ഇവിടെ ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പ്രത്യേകിച്ച് അരുൺകുമാറിൻ്റെയും പിന്നെ പ്രയോഗത്തിൽ നീരസം പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത് ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല ഒരാളോടും. അദ്ദേഹത്തെ ഉപദ്രവിച്ച് നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ എന്താണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ. അന്നുപോലും ഒരാളോട് നീരസം കാണിക്കാത്ത ഒരു നല്ല മനസ്സുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ